രാജീവേട്ടാ എങ്ങോട്ടാ ഒത്തിരി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്? നാളെ നാട്ടിൽ പോവാണം. ഓ പോയിട്ട് വരും. രാജീവേട്ടാ കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ പോയപ്പോ സാവിത്രി ചേച്ചിനെ കണ്ടിരുന്നു. കല്യാണം ഉറപ്പിക്കാൻ പോവാന്നാ പറഞ്ഞത്. ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ കൈവിട്ട് പോവും. ശരി, എന്തായാലും പോയിട്ട് വാ. രാജീവ്, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ രാജീവ് ടെൻഷൻ അടിക്കണ്ട. നമ്മളെ ലീവിന്റെ എന്തോ ഒരു പ്രശ്നം എം ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എം ഡി അടുത്ത് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. സാറേ, നമ്മളെ രാജീവിന്റെ ലീവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ, ഒന്ന് സാറൊന്ന് നോക്കൂ രാജീവ്, ഞാൻ ഈ ലീവിന്റെ കാര്യം ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രാജീവിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ലീവ് അനുവദിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കൊരു പുതിയ 1-ാം തീയതി പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റിന് നമ്മൾ ഹെഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന രാജീവ് ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല. ഓൾറെഡി നമ്മൾ അന്നത്തെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, രാജീവിനെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഓഫീസിൽ പറഞ്ഞാൽ നമുക്ക് ശരിയാകും. ഓക്കെ, കോൾ. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലീവിന്റെ നമുക്ക് എം ഡി സംസാരിച്ചിട്ട് ശരിയാക്കാൻ പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി. നമുക്ക് എം ഡി സംസാരിക്കാം. നമുക്ക് എം ഡി ഞാൻ അതായത് ഒന്ന് കാണട്ടെ. ഓഹോ ശരി. ഓ അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. അതെ, ഇപ്രാവശ്യം ലീവിനാവും വരുന്നില്ല. ഞാൻ ഈ വിവാഹം ഉറപ്പിക്കാൻ പോവുക. മേലെടുത്ത വീട്ടിലെ പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിക്കാൻ പോവാണ്. ഇതിന് നീ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഈ ഓപ്പോളിനെ നീ ഇനി കാണില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് പറയുന്നത്? വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, കല്ലുവെട്ടാൻ കുഴിക്കക്കരെ വച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ, കല്ലുവെട്ടാൻ കുഴിക്കക്കരെ വച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ലീവിന്റെ പ്രശ്നം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ്. രാജീവ്, കൺഗ്രാജുലേഷൻസ് രാജീവ്. ഇപ്പോഴാണ് തങ്ങളെ വിവാഹ വിവരം മാനേജർ എന്നോട് പറഞ്ഞത്. ഇനിവേ നാട്ടിൽ പോയി സുഖമായിട്ട് വരൂ, സന്തോഷമായിട്ട് പോയിട്ട്. ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ നോക്കാം. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്, ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴി